കുടുംബാംഗങ്ങളുടെ പിന്തുണയോടെ ആരംഭിച്ച ക്രിപ്റ്റോ സംരംഭങ്ങളിൽ നിന്നും മെമേകോയിൻ പദ്ധതികളിൽ നിന്നുമായി യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് കഴിഞ്ഞ വർഷം ഏകദേശം 11,000 കോടിയിലധികം രൂപയുടെ വരുമാനം നേടിയതായി റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നു. യുഎസ് ഓഫീസ് ഓഫ് ഗവൺമെന്റ് എത്തിക്സ് പുറത്തുവിട്ട സാമ്പത്തിക വെളിപ്പെടുത്തൽ രേഖകളിലാണ് ട്രംപിന്റെ ക്രിപ്റ്റോ മേഖലയിലെ വൻ സാമ്പത്തിക നേട്ടങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ട്രംപ് കുടുംബത്തിന്റെ നിയന്ത്രണത്തിലുള്ള വേൾഡ് ലിബർട്ടി ഫിനാൻഷ്യൽ എന്ന ധനകാര്യ പ്ലാറ്റ്ഫോമിൽ നിന്നുമാണ് അദ്ദേഹത്തിന് പ്രധാനമായും വലിയ വരുമാനം ലഭിച്ചത്. ഇതിനു പുറമെ ട്രംപുമായി ബന്ധപ്പെട്ട് പുറത്തിറക്കിയ ട്രംപ് മെമേകോയിൻ എന്ന ഡിജിറ്റൽ ആസ്തിയിൽ നിന്നുള്ള വരുമാനവും അദ്ദേഹത്തിന്റെ സമ്പത്തിൽ വലിയ വർധനവിന് കാരണമായി. ക്രിപ്റ്റോ വിപണിയിൽ നിന്നുള്ള ഈ വൻ സാമ്പത്തിക നേട്ടങ്ങൾക്ക് പിന്നാലെ ട്രംപിന്റെ പരമ്പരാഗത നിക്ഷേപങ്ങളായ ഓഹരികൾ, ബോണ്ടുകൾ തുടങ്ങിയ മേഖലകളിലെ നിക്ഷേപത്തിലും ഗണ്യമായ വർധനവുണ്ടായതായി റോയിട്ടേഴ്സ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഡൊണാൾഡ് ട്രംപിന്റെ ക്രിപ്റ്റോ നിലപാടിൽ വലിയ മാറ്റമാണ് കഴിഞ്ഞ ഏതാനും വർഷങ്ങൾക്കിടെ ഉണ്ടായത്. പ്രസിഡന്റായിരുന്ന ആദ്യ കാലയളവിൽ ക്രിപ്റ്റോ കറൻസികളെ അദ്ദേഹം ശക്തമായി വിമർശിച്ചിരുന്നു. ഡിജിറ്റൽ കറൻസികൾക്ക് സ്ഥിരതയില്ലെന്നും അവയുടെ ഉപയോഗം അപകട സാധ്യതയുള്ളതാണെന്നും അന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടിരുന്നു. എന്നാൽ രണ്ടാം ഭരണകാലയളവിൽ അദ്ദേഹം ക്രിപ്റ്റോ അനുകൂല നിലപാട് സ്വീകരിക്കുകയും ഡിജിറ്റൽ ആസ്തി മേഖലയെ പിന്തുണയ്ക്കുന്ന നയങ്ങളുമായി മുന്നോട്ട് പോവുകയും ചെയ്തു. ഇതിന്റെ ഭാഗമായാണ് സ്വന്തം കുടുംബവുമായി ബന്ധപ്പെട്ട ക്രിപ്റ്റോ കമ്പനി രൂപീകരിക്കുകയും ഡിജിറ്റൽ കറൻസി രംഗത്ത് സജീവമാവുകയും ചെയ്തത്. എന്നാൽ ക്രിപ്റ്റോ മേഖലയെ പിന്തുണയ്ക്കുന്ന നിലപാട് സ്വീകരിച്ചിട്ടും ട്രംപ് തന്റെ വ്യക്തിപരമായ സമ്പത്തിന്റെ വലിയൊരു ഭാഗം ഇപ്പോഴും സുരക്ഷിതമെന്ന് കരുതപ്പെടുന്ന പരമ്പരാഗത നിക്ഷേപ മാർഗങ്ങളിലാണ് നിലനിർത്തുന്നതെന്നാണ് സാമ്പത്തിക രേഖകൾ സൂചിപ്പിക്കുന്നത്. ക്രിപ്റ്റോ ബിസിനസ്സിൽ നിന്ന് ലഭിച്ച വരുമാനത്തിന്റെ വലിയൊരു പങ്കും അദ്ദേഹം ഓഹരി വിപണിയിലും ബോണ്ട് നിക്ഷേപങ്ങളിലും മാറ്റിയതായി റിപ്പോർട്ടുകൾ പറയുന്നു. 2024 അവസാനത്തോടെ ട്രംപിന്റെ പരമ്പരാഗത നിക്ഷേപങ്ങളുടെ ആകെ മൂല്യം ഏകദേശം $22.5 കോടി മുതൽ $60.8 കോടി വരെയായിരുന്നു. എന്നാൽ 2025 ഡിസംബറോടെ ഈ നിക്ഷേപങ്ങളുടെ മൂല്യം കുത്തനെ ഉയർന്ന് ഏകദേശം $70.3 കോടി മുതൽ $260 കോടി വരെയായി വർദ്ധിച്ചതായി കണക്കുകൾ വ്യക്തമാക്കുന്നു. ഇതിൽ വിവിധ കമ്പനികളുടെ ഓഹരികൾ, സർക്കാർ സ്വകാര്യ ബോണ്ടുകൾ, മറ്റ് സാമ്പത്തിക ഉപകരണങ്ങൾ എന്നിവ ഉൾപ്പെടുന്നു. അതേസമയം ട്രംപ് ക്രിപ്റ്റോ മേഖലയെ പൂർണ്ണമായും ഉപേക്ഷിച്ചിട്ടില്ല. അദ്ദേഹത്തിന്റെ കൈവശം $5 കോടി മൂല്യമുള്ള ഏകദേശം 1,575 കോടി വേൾഡ് ലിബർട്ടി ഫിനാൻഷ്യൽ ഗവേൺസ് ടോക്കണുകൾ ഉണ്ടെന്നാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. കൂടാതെ ട്രംപുമായി ബന്ധപ്പെട്ട കമ്പനികളുടെ കൈവശം കുറഞ്ഞത് $16 കോടി മൂല്യമുള്ള ബിറ്റ്കോയിൻ, ഈഥർ തുടങ്ങിയ പ്രധാന ഡിജിറ്റൽ ആസ്തികളും മറ്റ് നിരവധി ഡിജിറ്റൽ ടോക്കണുകളും ഉണ്ടെന്നാണ് കണക്കുകൾ. എന്നാൽ ട്രംപും കുടുംബാംഗങ്ങളും ക്രിപ്റ്റോ കറൻസികളെയും അനുബന്ധ സംരംഭങ്ങളെയും വ്യാപകമായി പ്രോത്സാഹിപ്പിച്ചപ്പോൾ ഏറ്റവും വലിയ തിരിച്ചടി നേരിട്ടത് സാധാരണ ചെറുകിട നിക്ഷേപകരാണെന്നാണ് വിലയിരുത്തുന്നത്. ട്രംപുമായി നേരിട്ട് ബന്ധപ്പെട്ട 4 പ്രധാന ക്രിപ്റ്റോ പദ്ധതികളിൽ നിക്ഷേപം നടത്തിയവർക്ക് ഏപ്രിലിലെ കണക്ക് പ്രകാരം ഏകദേശം 19,000 കോടിയിലധികം രൂപയുടെ നഷ്ടമുണ്ടായതായി റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാണിക്കുന്നു. ക്രിപ്റ്റോ വിപണിയെ പൊതുവിൽ പിന്തുണയ്ക്കുകയും സാധാരണ നിക്ഷേപകരെ ഡിജിറ്റൽ ആസ്തികളിലേക്ക് ആകർഷിക്കുകയും ചെയ്തതിനൊപ്പം സ്വന്തം വ്യക്തിപരമായ സമ്പത്ത് കൂടുതൽ സ്ഥിരതയുള്ള പരമ്പരാഗത നിക്ഷേപ മേഖലകളിലേക്ക് മാറ്റിയെന്നത് ട്രംപിന്റെ സാമ്പത്തിക സമീപനത്തിലെ വൈരുദ്ധ്യമായി സാമ്പത്തിക വിദഗ്ധർ വിലയിരുത്തുന്നു. ക്രിപ്റ്റോ വിപണിയുടെ അപകട സാധ്യത സാധാരണ നിക്ഷേപകർ ഏറ്റെടുക്കുമ്പോൾ വലിയ സമ്പത്തുള്ളവർ സുരക്ഷിത നിക്ഷേപ മാർഗങ്ങൾ തെരഞ്ഞെടുക്കുന്ന പ്രവണതയാണ് ഇതിലൂടെ വ്യക്തമാകുന്നതെന്നും വിദഗ്ധർ അഭിപ്രായപ്പെടുന്നു. ട്രംപിന്റെയും അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങളുടെയും ഉടമസ്ഥതയിലുള്ള വേൾഡ് ലിബർട്ടി ഫിനാൻഷ്യൽ 2024 ആരംഭിച്ച ഒരു വികേന്ദ്രീകൃത ധനകാര്യ പ്ലാറ്റ്ഫോമാണ്. ബാങ്കുകളുടെയും പരമ്പരാഗത ധനകാര്യ സ്ഥാപനങ്ങളെയും ആശ്രയിക്കാതെ ഡിജിറ്റൽ കറൻസികളുടെ സഹായത്തോടെ വായ്പ നൽകാനും സ്വീകരിക്കാനും നിക്ഷേപം നടത്താനും കഴിയുന്ന രീതിയിലാണ് ഈ സംവിധാനം രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. ഈ പ്ലാറ്റ്ഫോം വിപണിയിൽ WLFI എന്ന പേരിലുള്ള ഗവേൺസ് ടോക്കൺ പുറത്തിറക്കിയിട്ടുണ്ട്. കൂടാതെ അമേരിക്കൻ ഡോളറിന്റെ മൂല്യവുമായി ബന്ധിപ്പിച്ചുള്ള സ്റ്റേബിൾ കോയിനും കമ്പനി അവതരിപ്പിച്ചിട്ടുണ്ട്. പ്ലാറ്റ്ഫോമിന്റെ വരുമാന ഘടനയിൽ ട്രംപ് കുടുംബത്തിന് നേരിട്ട സാമ്പത്തിക നേട്ടം ലഭിക്കുന്ന തരത്തിലുള്ള ക്രമീകരണങ്ങൾ ഉണ്ടെന്നതും ശ്രദ്ധേയമാണ്. ക്രിപ്റ്റോ വ്യവസായത്തിലെ ട്രംപിന്റെ സാന്നിധ്യം രാഷ്ട്രീയ സാമ്പത്തിക മേഖലകളിൽ വലിയ ചർച്ചകൾക്ക് വഴിവെച്ചിട്ടുണ്ട്. ഒരു വശത്ത് ഡിജിറ്റൽ ആസ്തികൾക്ക് പിന്തുണ നൽകുന്ന നേതാവായി അദ്ദേഹം പ്രത്യക്ഷപ്പെടുമ്പോൾ മറുവശത്ത് സ്വന്തം സമ്പത്ത് കൂടുതൽ പരമ്പരാഗതവും നിയന്ത്രിതവുമായ നിക്ഷേപ മാർഗങ്ങളിൽ സംരക്ഷിക്കുന്നുവെന്ന വിമർശനവും ഉയരുന്നുണ്ട്. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.